നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയം, നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ട കുറച്ച് പേര് ചോദിച്ച ഒരു ചോദ്യമാണ്. നമ്മുടെ വാഹനത്തിൻ്റെ എൻജിനിൽ വരുന്ന റബ്ബർ ഹോസ് പൈപ്പിൻ്റെ ലൈഫിൻ്റെ കാലാവധി. അപ്പോൾ അത് എത്ര കിലോമീറ്ററിൽ മാറണം, എങ്ങനെയാണ് അതിൻ്റെ റീപ്ലേസിങ് കാര്യങ്ങൾ, എങ്ങനെയാണ് ഒരുമിച്ച് മാറണോ അതോ ഓരോന്നോരോന്നായിട്ട് മാറിയോ മതിയോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ആ വിഷയത്തിനെക്കുറിച്ച് സംസാരിക്കും. അതായത് ഈ കാണുന്ന വാഹനം ടവേര നിയോ 3 എന്ന് പറയുന്ന മോഡലാണ്. ഷവർലെറ്റിൻ്റെ ടവേര നിയോ 3 പറയുന്ന മോഡലാണ്. നമുക്ക് ഇതിൻ്റെ ഈ വരുന്ന എൻജിനിൽ വരുന്ന റബ്ബർ ഹോസ് പൈപ്പിൻ്റെ കാലാവധി, അതായത് ഇതിപ്പോൾ റേഡിയേറ്ററിൻ്റെ ഹോസാണ് വരുന്നത്. റേഡിയേറ്റർ ഹോസ്, പിന്നെ വാട്ടർ പമ്പിൻ്റെ ലൈൻ വരുന്നുണ്ട്, ടർബോയുടെ പോർഷനിൽ നിന്ന് ഒരു ലൈന് പോകുന്നുണ്ട്, പിന്നെ EGRൻ്റെ ലൈൻ വരുന്നുണ്ട്. ഇതിൻ്റെ താഴെയെല്ലാം പൈപ്പ്, റബ്ബർ ഹോസ് പൈപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് ഈ കാണുന്ന, അതായത് നമ്മുടെ ടർബോയുടെ താഴെ കൂടെ ഒരു 2 ചെറിയ ലൈൻ വാട്ടർ ലൈൻ പൈപ്പ് വന്നിട്ടുണ്ട്. നമ്മുടെ വാഹനത്തിന് 10 വർഷമോ അല്ലെങ്കിൽ 2 ലക്ഷം കിലോമീറ്ററിന് മുകളിലോട്ടോ ഓടിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും പൈപ്പ് റീപ്ലേസ് ചെയ്യണം. അതായത് ഈ കാണുന്ന റബ്ബർ ഹോസ് പൈപ്പും ഈ കാണുന്ന റിങ്സും, എല്ലാ വാഹനത്തിലും ഇതേപോലെ റിങ്സും ഇതും ഹോസ് പൈപ്പും പുറത്തുനിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, കമ്പനിയിലും വാങ്ങിക്കാൻ കിട്ടും. പ്രധാനമായും ഈ പൈപ്പ് 2 ലക്ഷം കിലോമീറ്റർ കഴിയുമ്പോൾ, അതായത് ഈ വരുന്ന മൊത്തം 12 പൈപ്പ് വരുന്നുണ്ട്. അതുകൂടെ തന്നെ 2 മെറ്റൽ പൈപ്പ്, ഇതാ ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും, 2 മെറ്റൽ പൈപ്പും വരുന്നുണ്ട്. ഇതിനെ ഫ്ലൂട്ട് പൈപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പൈപ്പും നമ്മൾ നിർബന്ധമായിട്ടും മാറിയിരിക്കണം. കാര്യം ഈ പൈപ്പ്, റബ്ബർ ഹോസ് പൈപ്പ് മാറുന്ന സമയത്ത് ഈ പൈപ്പ് മാറാൻ പറയുന്ന കാരണം എന്ന് പറയുന്നത്, ഈ ചില വാഹന ഉടമകളും അല്ലെങ്കിൽ ഡ്രൈവർമാരും ചെയ്യുന്ന ഒരു രീതിയുണ്ട്. എളുപ്പം കരുതിയിട്ട് നമ്മുടെ വാഹനത്തിൽ കൂളൻറ്റിന് പകരം പച്ചവെള്ളം യൂസ് ചെയ്യും. ഈ കൂളൻറ്റിന് പകരം പച്ചവെള്ളം യൂസ് ചെയ്യുമ്പോൾ പറ്റുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത്, മുന്നത്തെ വീഡിയോയിൽ ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ചെറിയൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ റിങ്സ് വരുന്ന പോർഷനിലെല്ലാം ദ്രവിച്ച് തുരുമ്പ് കയറിയിട്ട് ആ ഭാഗം ചിലപ്പം വിട്ടു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഈ വരുന്ന, ഈ കാണുന്ന, നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും, ഇതിൻ്റെ ഈ എഡ്ജ്, ഈ പോർഷൻ വന്നിട്ട് അവിടം വെച്ച് കട്ടായിട്ട്, പ്രഷർ കയറിയിട്ട് കട്ടായിട്ട് കാലപ്പഴക്കം വന്നിട്ട് അവിടുന്ന് വെള്ളം സ്പ്രേ പോലെ തെറിച്ച് പോകും. നമുക്കത് വ്യക്തമായിട്ട് അത് കാണാൻ പറ്റത്തില്ല. പക്ഷേ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ റേഡിയേറ്ററിൽ വരുന്ന വെള്ളം കുറയുകയും ഓവർ ടെമ്പറേച്ചർ കയറുകയും ചെയ്യും. ഓവർ ടെമ്പറേച്ചർ കയറുന്ന സമയത്ത് പറ്റുന്ന ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ നമ്മുടെ വാഹനത്തിൻ്റെ പിസ്റ്റൺ പിടിക്കും, അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ ടെമ്പറേച്ചർ കയറിയിട്ട് ഗ്യാസ്കറ്റ് കംപ്ലൈൻറ്റ് വരാനായിട്ടുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. ഓവർ ടെമ്പറേച്ചർ കയറിയിട്ട് പിന്നെ വാഹനം ഭയങ്കര വൈബ്രേഷൻ ആയിരിക്കും, ചിലപ്പം പിസ്റ്റൺ പിടിച്ച് നിന്ന് പോകാനും സാധ്യത കൂടുതലാണ്. അത് എൻജിൻ പണിയിൽ വരെ കൊണ്ടെത്തിക്കും. അപ്പോൾ ആ ഒരു കംപ്ലൈൻറ്റും പ്രശ്നവും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പറയുന്നത്. ഏകദേശം വാഹനം ഓടുന്ന ഒരു 50% ആളുകൾക്കും ഇതിൻ്റെ റീപ്ലേസിങ് രീതി അറിയത്തില്ല. അതായത് എത്ര കിലോമീറ്ററിലാണ് നമ്മുടെ വാഹനത്തിൽ റബ്ബർ ഹോസ് പൈപ്പ് റീപ്ലേസ് ചെയ്യേണ്ടതെന്ന്. ചില വാഹന ഉടമകൾ ഓരോന്നോരോന്നായിട്ട് മാറ്റും. അതായത് കംപ്ലൈൻ്റ് ഉള്ള പൈപ്പുകൾ ഓരോന്നോരോന്നായിട്ട് മാറ്റും. അതിൻ്റെ ഒരു പ്രധാന ഒരു പോരായ്മ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പം നിലവിൽ ഈ കാണുന്ന പൈപ്പിന് ചെറിയ രീതിയിലുള്ള ലീക്കുണ്ട് എന്നിരിക്കട്ടെ. നമ്മൾ ആ ലീക്ക് മാറ്റുന്ന സമയത്ത്, അതായത് ഈ പൈപ്പ് റീപ്ലേസ് ചെയ്യുന്ന ടൈമിൽ ഈ റിങ്സും ഈ പൈപ്പും നമ്മൾ റീപ്ലേസ് ചെയ്യും. ഈ റീപ്ലേസ് ചെയ്യുമ്പോൾ ഈ റീപ്ലേസ് ചെയ്ത് പുതിയതായിട്ട് ഇടുന്ന പൈപ്പിന് പ്രഷർ വേരിയേഷൻ കുറവായിരിക്കും. ഓക്കെ, പ്രഷർ വേരിയേഷൻ കുറവായിരിക്കും. പഴയ പൈപ്പിന് പ്രഷർ കൂടുതലായിരിക്കും. അപ്പോൾ ഈ പ്രഷർ വേരിയേഷൻ കുറഞ്ഞ പൈപ്പിൽ നിന്ന് പ്രഷർ വേരിയേഷൻ കൂടിയ പൈപ്പിലോട്ട്, അതായത് പഴയ പൈപ്പിലോട്ട് വീണ്ടും വെള്ളമോ കൂളൻറ്റോ സർക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ആ പൈപ്പ് വീണ്ടും പ്രഷർ കയറിയിട്ട് ഈ റിങ്സിൻ്റെ പോർഷൻ, അതായത് ഈ കാണുന്ന റിങ്സിൻ്റെ പോർഷനോ അല്ലെങ്കിൽ ഈ കാണുന്ന, നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും, കൂടുതലും പൈപ്പ് കംപ്ലൈൻറ്റ് വരുന്നത് ഈ ടർബോയുടെ പോർഷനിൽ നിന്നാണ്. ഈ ടർബോയുടെ ഈ ലൈനിലോട്ട് വരുന്ന ഈ പോർഷൻ നോക്കുമ്പോൾ പറയുമ്പോൾ ഇത് വാട്ടർ ലൈനാണ്, വാട്ടർ പമ്പിൽ നിന്ന് പോയിക്കുന്ന ലൈനാണ്. ആ പൈപ്പിന് കംപ്ലൈൻറ്റ് വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അവിടം വെച്ചിട്ട് ചിലപ്പോൾ ലീക്കായി പോകും. പല ആൾക്കാരും അത് ശ്രദ്ധിക്കാറില്ല.
കൂടുതലും വാഹനത്തിൻ്റെ ഗ്യാസ് കിറ്റ് കംപ്ലൈൻറ്റ് വരാനായിട്ടുള്ള കാരണം ഇതിപ്പം തവേരയാണ്. സൈലോ, ഇന്നോവ, ടാറ്റ സുമോ, എർട്ടിഗ പോലുള്ള വാഹനങ്ങളിൽ ഈ പറയുന്ന കാര്യവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിളിൽ വരുന്ന എല്ലാ വാഹനത്തിലും ഈ പറയുന്ന കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. നിർബന്ധമായിട്ടും 2 ലക്ഷം കിലോമീറ്റർ അല്ലെങ്കിൽ 10 വർഷം തികഞ്ഞ് 8 വർഷം കഴിയുമ്പോൾ തന്നെ നമുക്ക് ഓരോ സൂചനകൾ തന്നു തുടങ്ങും. ഇപ്പോൾ 2 ലക്ഷം കിലോമീറ്റർ ആയില്ലെങ്കിലും 8 വർഷം കഴിയുമ്പോൾ വാഹനത്തിൽ ഓരോ ഭാഗങ്ങളിലായിട്ട് സൂചന തന്നു തുടങ്ങും. പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഒരു പൈപ്പായിട്ട് റീപ്ലേസ് ചെയ്യാൻ നിൽക്കരുത്. മാറുമ്പോൾ പൈപ്പ് റീപ്ലേസ് ചെയ്യുന്ന ടൈമിൽ എല്ലാ പൈപ്പും, അതായത് ഇതിലിപ്പം 12 പൈപ്പ് വരുന്നുണ്ട്. ഇതുപോലെ തന്നെ ഓരോ വാഹനത്തിനും ഓരോ രീതിയാണ്. ചില വാഹനത്തിന് 14 പൈപ്പ് വരുന്നുണ്ട്, 13 പൈപ്പ് വരുന്നുണ്ട്, 10 പൈപ്പ് വരുന്നുണ്ട്. പല രീതിയിൽ റബ്ബർ ഹോസ് പൈപ്പ് വരുന്നുണ്ട്. അപ്പോൾ മാറുന്ന ടൈമിൽ എല്ലാ പൈപ്പും, അതായത് ഈ കാണുന്ന ഇതിപ്പം റേഡിയേറ്ററിൻ്റെ പൈപ്പാണ്, പിന്നെ അത് വാട്ടർ ലൈൻ പൈപ്പ് വരുന്നുണ്ട്, പിന്നെ ടർബോയിലോട്ട് പോകുന്ന പൈപ്പ് വരുന്നുണ്ട്, EGRൻ്റെ പൈപ്പ് വരുന്നുണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് റേഡിയേറ്ററിൻ്റെ ബോട്ടം പൈപ്പ് താഴെ നോക്കുമ്പോൾ അറിയാൻ പറ്റും, അത് വരുന്നുണ്ട്. ഈ ടർബോയിലോട്ട് വരുന്ന ലൈന് പൈപ്പ് വരുന്നുണ്ട്. അപ്പം അങ്ങനെ പല രീതിയിലുള്ള പൈപ്പുകൾ വരുന്നുണ്ട്. പിന്നെ പവർ സ്റ്റിയറിങ്ങിൻ്റെ റബ്ബർ ഹോസ് പൈപ്പ് വരുന്നുണ്ട്. പിന്നെ അങ്ങനെ പൈപ്പുകൾ പല രീതിയിൽ പല നമ്മുടെ പാർട്സുകളിലോട്ടും പൈപ്പുകൾ വരുന്നുണ്ട്. പിന്നെ ആ പൈപ്പ് നിർബന്ധമായിട്ടും റീപ്ലേസ് ചെയ്യണം. റീപ്ലേസ് അതിൻ്റെ കാലാവധി നമ്മുടെ വാഹനത്തിൻ്റെ ഇറങ്ങിയ വർഷവും ഇപ്പോഴുള്ള സമയം കൂടെ നോക്കിയിട്ട് പൈപ്പ് റീപ്ലേസ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് റീപ്ലേസ് ചെയ്യണം. ഈ കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ, അതായത് ഈ പൈപ്പ് പീരിയോഡിക്കലി ഈ പൈപ്പ് റീപ്ലേസ് ചെയ്തില്ലെങ്കിൽ അവസാനം എൻജിൻ പണിയിൽ വരെ കൊണ്ടെത്തിക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ കാര്യം എടുത്തു പറയുന്നത്. പിന്നെ പല സ്ഥലത്തും ഇപ്പോൾ സ്പെയറുകൾ കിട്ടുവാനായിട്ട് അത്ര ഒരു എളുപ്പമല്ല. കാര്യം നമ്മളിപ്പം പൈപ്പ് റീപ്ലേസ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ടെങ്കിൽ ആ പൈപ്പ് നമ്മൾ കമ്പനിയിലോ അല്ലെങ്കിൽ പുറത്ത് സ്പെയറിലോ നമ്മൾ ബുക്ക് ചെയ്തിട്ട് ഏകദേശം ഇപ്പോൾ 2 ആഴ്ച വരെ കാത്തിരിക്കേണ്ട ഒരു ഇതുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് കാൽക്കുലേഷൻ ചെയ്തിട്ട് വേണം നമ്മുടെ വാഹനം വർക്ക്ഷോപ്പിൽ കയറ്റുവാനും അത് കണക്കാക്കി നമ്മുടെ വാഹനത്തിൻ്റെ പൈപ്പുകളെല്ലാം റീപ്ലേസ് ചെയ്യുവാനും. നിർബന്ധമായിട്ടും പൈപ്പ് റീപ്ലേസ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ വാഹനത്തിൻ്റെ നിർബന്ധമായിട്ടും കൂളൻ്റ് റീപ്ലേസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. നമ്മുടെ വാഹനത്തിൽ കൂളൻ്റ് യൂസ് ചെയ്യാൻ പറയുന്ന പ്രധാന കാരണമെന്ന് പറയുന്നത്, ഏതൊരു കാലാവസ്ഥയിലും ഒരു രീതിയിലുള്ള സ്റ്റാർട്ടിംഗ് ട്രബിളും വരാതിരിക്കാനും, പിന്നെ നമ്മുടെ വാഹനത്തിൽ ഈ കാണുന്ന, അതായത് റബ്ബർ ഹോസ് പൈപ്പിൻ്റെ ലൈഫിനും മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് കൂളൻ്റ് യൂസ് ചെയ്യാൻ പറയുന്നത്. കൂളൻ്റ് പല രീതിയിലുള്ള കൂളൻ്റ് ഇപ്പം മാർക്കറ്റിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതിൽ സാധാരണ MUV ടൈപ്പ് വാഹനങ്ങൾക്ക് വരുന്നത് LLC ഗ്രേഡിലുള്ള കൂളൻ്റാണ് വരുന്നത്. പല രീതിയിലുള്ള കൂളൻ്റും ഉണ്ട്. അത് നമ്മുടെ വാഹനം വർക്ക്ഷോപ്പിൽ പണിക്ക് കയറ്റുന്ന സമയത്ത് മെക്കാനിക്കുമായിട്ട് ആലോചിച്ച ശേഷം നമുക്ക് ഏത് കൂളൻ്റ് വേണം നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, 1 ലിറ്റർ കൂളൻറ്റിന് ഇപ്പം 350 രൂപ തൊട്ട് മുകളിലോട്ട് വിലയുണ്ട്. അത് കൂടാതെ തന്നെ ഞാൻ കണ്ടിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത്, സാധാരണ നമ്മുടെ ഈ ഓവർഫ്ലോ ടാങ്കിൽ പലരും പച്ചവെള്ളമാണ് യൂസ് ചെയ്ത് കണ്ടിട്ടുള്ളത്. അതായത് നമ്മുടെ വാഹനം കൂളൻ്റ് റീപ്ലേസ് ചെയ്തതിന് ശേഷം കുറച്ച് നാൾ വാഹനം ഓടുന്ന സമയത്ത് ചിലപ്പം ഈ ഓവർഫ്ലോ ടാങ്ക് ഫുള്ളിൽ നിന്ന് മുകളിലോട്ട് വെള്ളം കൂളൻ്റ് കയറി നിൽക്കും. ചിലപ്പം തീരെ ലോയിലായിരിക്കും വെള്ളം കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് വെള്ളമല്ല, കൂളൻ്റാണ് കിടക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് പലരും ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത്, ഈ കൂളൻ്റ് ഒഴിക്കേണ്ട സ്ഥാനത്ത് അവർ പച്ചവെള്ളമായിരിക്കും യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പൈപ്പ് വെള്ളമോ അല്ലെങ്കിൽ കുളത്തിലെ വെള്ളമോ കിണറ്റ് വെള്ളമോ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് കാലക്രമേണ മറ്റ് സ്പെയറുകൾക്ക് കംപ്ലൈൻറ്റ് വരുവാനും ഈ പൈപ്പിൻ്റെ ലൈഫ്, അതായത് ഈ കാണുന്ന റബ്ബർ ഹോസ് പൈപ്പിൻ്റെ ലൈഫിന് തന്നെ അതായത് ഇപ്പം 1 ലക്ഷമോ 2 ലക്ഷമോ കിലോമീറ്റർ ലൈഫ് പറയുന്ന പൈപ്പിൻ്റെ കാലാവധി ചിലപ്പം പകുതി മാത്രമേ ലൈഫ് കിട്ടുവാനായിട്ടുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം പരമാവധി പച്ചവെള്ളത്തിന് പകരം കൂളൻ്റ് തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ വാട്ടർ ആഡ് ചെയ്ത് ഒഴിക്കുന്ന കൂളൻ്റും ഉണ്ട്, അല്ലാത്ത കൂളൻ്റും ഉണ്ട്. ഏതാണ് നമുക്ക് പറ്റിയത്, അത് നമ്മുടെ സാമ്പത്തികത്തിന് പറ്റിയത്, അത് നമ്മൾ പണി ചെയ്യുന്ന വർക്ക്ഷോപ്പ് മെക്കാനിക്കുമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി അറിഞ്ഞതിന് ശേഷം കൂളൻ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഓക്കെ, എന്തെങ്കിലും സംശയമോ ഡൗട്ടോ ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം, പറഞ്ഞു തരാം.